അപ്പം മോദിയുടെ ഇഷ്ടകക്ഷിയായിരുന്നു ഈ ഗോസ്വാമി റിപ്പബ്ലിക് ചാനലും മറ്റുള്ളവരൊക്കെ തന്നെ. പക്ഷെ മോദിക്ക് ഈ സംഭവം പിടികിട്ടി. RSS മുന്നിൽ വെച്ച് ഈ ചാനൽ ഗെയിം, RSS ഈ ചാനലിനെ മുന്നിൽ വെച്ച് ഗെയിം കളിക്കുന്നു. അതിനെപ്പറ്റി പല ഹിന്ദി ചാനലും ആ ഒരു രീതിയിലോട്ട് പോകുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ രാഹുൽ കൻവാൽ, മോദിയുമായിട്ട് അടുത്ത കക്ഷി, മോദിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ അഡാനിയുടെ ചാനലിൻ്റെ ഹെഡായിട്ട് കൊണ്ടുവരുന്നു. പിന്നീട് ഗെയിം അങ്ങ് മാറ്റുക. NDTVയുടെ അത് രണ്ടാമത്തെ ലോഞ്ചിങ് രാഹുൽ വന്ന ശേഷം ഇതിനകത്ത് ഈ ചാനലിനകത്ത് അർണബ് ഗോസ്വാമിയുടെ കൂടെ റൈറ്റ് ഹാൻഡായിട്ട് വർക്ക് ചെയ്ത പലരെ അങ്ങ് വിളിച്ചു. അതായത് ഇതേപോലെ മോദി അജണ്ട ഫിക്സ് ചെയ്യുന്ന പല ആൾക്കാരെ ആ ചാനലിലോട്ട് അങ്ങ് കൊണ്ടുപോയി. പല ആൾക്കാരെ, സീനിയറായിട്ടുള്ള പല ആൾക്കാരെ അങ്ങ് കൊണ്ടുപോയി. എന്നിട്ട് RSS മോദിക്ക് അനുകൂലമാക്കി, RSS അത്ര അനുകൂലമല്ല, പ്രതികൂലമാക്കി. എന്ത് ഗെയിം അർണബ് ഗോസ്വാമി എടുക്കുന്നു അതിനെതിരായിട്ടുള്ള സംഭവം പിച്ച് ചെയ്യാൻ തുടങ്ങി. ഇന്ത്യ ടുഡേക്കകത്തും ഈ പറയുന്ന മോദി അനുകൂലികളെ അവിടുന്ന് കൊണ്ടുപോയി രാഹുൽ കൻവാൽ ഈ ചാനലിൽ കൊണ്ടുവന്നു. കംപ്ലീറ്റ് ആയിട്ട് ആരൊക്കെയാണ് മോദിയെ എതിർക്കുന്നത് അതിനെതിരെ പിച്ച് ചെയ്യാനും അവർ തീരുമാനിച്ചു. ഏത് BJPക്കകത്തും ഈ പറയുന്ന RSSൻ്റെ അകത്ത്. RSSനെ ആ സമയത്ത് ഒതുക്കുക എന്ന് മാത്രമാണ്. കാരണം RSSനെ ഹൈലൈറ്റ് കൊണ്ട് അവരുടെ അജണ്ട കൊണ്ടുവരാനും RSS നിശ്ചയിക്കുന്ന ഒരാളെ, അതായത് യോഗി ആദിത്യനാഥിനെ അടുത്ത BJPയുടെ നാഷണൽ പ്രസിഡന്റ് ആക്കാനുള്ള ഗെയിമുകളൊക്കെ നടത്തും. അതിൻ്റെ പേര് ഇത്രയും നാളായിട്ട് BJPക്ക് നാഷണൽ പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ചിലപ്പം ബീഹാർ ഇലക്ഷൻ കഴിഞ്ഞപ്പം ഈ വരാൻ പോകുന്ന ഇലക്ഷൻ ഉണ്ട്, അസംബ്ലി ഇലക്ഷൻ, കേരളം, തമിഴ്നാടും ബംഗാളും, അതിന് മുമ്പ് ഒരു പ്രസിഡന്റ് ഉണ്ടാകും. അപ്പം അതിനെ ഡീറെയിൽ ചെയ്യുക. മനസ്സിലാക്കുക, ഈ ചാനലിലൊക്കെ ഹിന്ദി ചാനലും ഉണ്ട്. കാരണം നാഷണലായിട്ട് പെർസ്പെക്റ്റീവ് ഉണ്ട്. ആ രീതി പോകുന്ന ചാനലൊക്കെയാണ്. ഇപ്പം ഏറ്റവും കൂടുതൽ ഭ്രാന്തി പിടിച്ച് ഈ ഗോദി മീഡിയയിൽ ആൾക്കാർ തമ്മിലടിയായി. അതായത് ഈ NDTVക്ക് രാഹുൽ വന്ന ശേഷം വലിയൊരു പ്രോഗ്രാം നടത്തി, ഇവൻ്റ് നടത്തി, മറ്റേ മണ്ഡപം G20 നടത്തിയെടുത്തു. അതിനകത്ത് മോദി ഗവൺമെൻറ് സീനിയർ മന്ത്രിമാരും എല്ലാ മോദിയായിട്ട് അടുപ്പമുള്ള ബിസിനസ്സുകാരും മുഴുവൻ അതിൻ്റെ അകത്ത് പങ്കെടുത്തു. ഇവരൊക്കെ വലിയ രീതിയിൽ NDTVയിലെ സ്പോൺസേഴ്സായിട്ട് വരികയും ചെയ്തു.